സ്നേഹ ചൈതന്യം ഞങ്ങളിൽ തൂവണേ. ദിവ്യമാ സാക്ഷ്യങ്ങൾ പിന്തുടരാ. ഇന്ന് ആഗോള സഭ വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സാധാരണ ഒരു വിശുദ്ധ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാനൊന്നും പറ്റില്ല. വേദപാരംഗത എന്നും സഭയിലെ മിഷണറി എന്നൊക്കെ അറിയപ്പെട്ട ഒരു വിശുദ്ധയാണ്. കാര്യങ്ങൾ കൊച്ചിത്രേസ്യയുടെ കാര്യത്തിൽ മാത്രം വ്യത്യസ്തമായി തിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻറ്റും അവൾ എഴുതിയിട്ടുമില്ല, എവിടെയും പോയി പ്രസംഗിച്ചിട്ടുമില്ല. എന്നിട്ടും സഭ അവൾക്ക് നൽകിയ ഓരോ വ്യത്യസ്തമായ ആശംസകളും അത് എന്നും അനുഗ്രഹമായിരുന്നു, സഭയ്ക്കൊരു മാതൃകയായിരുന്നു. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നാം ഈ തിരുനാളിൽ ആഘോഷിക്കുന്നത്. കൊച്ചിത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം, ഈ പുണ്യവതി എപ്പോഴും ദേവാലയത്തിനുള്ളിലാണ്. ഇവിടെ ദേവാലയത്തിന് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ കൂടെയുള്ളൊരു സിസ്റ്റർ ഒരിക്കൽ ചോദിച്ചു, എന്തിനാ എപ്പോഴും നീ പള്ളിയിലിരിക്കുന്നത്, എന്താ ഇത്രത്തോളം പ്രാർത്ഥിക്കാനുള്ളത്? അപ്പോൾ കൊച്ചിത്രേസ്യ പുണ്യവതി പറഞ്ഞത്, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന എൻ്റെ ഉണ്ണീശയ്ക്ക് ആരാണ് പാട്ട് പാടി കൊടുക്കുന്നത്? എൻ്റെ ഉണ്ണീശയ്ക്ക് ആരാണ് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്? എൻ്റെ ഉണ്ണീശയുടെ കൂടെ ആരാണ് കളിക്കുന്നത്? എനിക്കെൻ്റെ ഉണ്ണീശ ഒറ്റയ്ക്കേക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു കാലഘട്ടത്തിനെ മാറ്റിമറിച്ച സ്പിരിച്വാലിറ്റിയാണ്. എല്ലാവരും അവരവർക്ക് വേണ്ടി അവനെ സ്നേഹിച്ചപ്പോൾ കൊച്ചിത്രേസ്യ പുണ്യവതി മാത്രമാണ് അവന് വേണ്ടി അവനെ സ്നേഹിച്ചത്. അതാണ് ഈ പുണ്യവതിയുടെ സ്പിരിച്വലിൻ്റെ പ്രത്യേകത. അവൾ അവൾക്ക് വേണ്ടി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കുറുക്ക് വഴി എന്നൊക്കെ പറയുന്നത് അവൾ അവനെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും എളുപ്പ വഴിയാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോയില്ല. ചെറിയ കാര്യങ്ങളിലൊക്കെ അവരോടുള്ള സ്നേഹം ആത്മാർത്ഥമാക്കി മാറ്റി. ഒരിക്കൽ കോൺവെൻറ്റിനകത്ത് ഒരു രോഗിണിയായ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കും. ആര് സഹായിക്കാൻ ചെന്നാലും അവർ ഒത്തിരി വേദനിപ്പിക്കും. അപ്പോൾ കൂടെയുള്ള സിസ്റ്റേഴ്സിനൊക്കെ ആ സിസ്റ്ററിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുമ്പോൾ കൊച്ചിത്രേസ്യ പുണ്യവതി പറയാണ്, ഞാൻ നോക്കിക്കോളാം. അതൊരു ഹെർക്കുലിയസ് ടാസ്ക്കാണ്. കാര്യം ഇവിടെ കൊച്ചു കുട്ടിയാണ്. സീനിയർ സിസ്റ്റേഴ്സിന് പോലും ആ സിസ്റ്ററിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അല്പം ഒന്നിനെ നടന്നു പോകുമ്പോൾ വീഴാതിരിക്കാൻ മുറുകെ പിടിച്ചാൽ പറയും, നീ എന്തിനാ മുറുകെ പിടിച്ച് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേഗത്തിൽ കൊണ്ടുപോയാൽ ചോദിക്കും, നീ എന്തിനാ ഇത്രയും വേഗത്തിൽ എന്നെ കൊണ്ടുപോയി എന്നെ കൊല്ലാൻ നോക്കിയിടാൻ ചോദിക്കും. പതുക്കെ കൊണ്ടുപോയാൽ ചോദിക്കും, നീ എന്തിനാ ഇത്രയും പതുക്കെ എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ രോഗിയായിട്ടാണോ നീ കാണുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെ എന്തിനോടും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്ററുള്ളടത്ത് അവസാനം കൊച്ചിത്രേസ്യ പുണ്യവതി വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ആ സിസ്റ്ററിനെ പരിചരിക്കുകയാണ്. എന്നാലും കാര്യത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോഴും ആ സിസ്റ്റർ തുണി മടക്കുന്നതിനും പരിചരിക്കുന്നതിനൊക്കെ കുറ്റം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഒരിക്കലും സിസ്റ്റർ ചോദിച്ചു, ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് മടുപ്പ് തോന്നുന്നില്ലേ? അപ്പോൾ കൊച്ചിത്രേസ്യ പുണ്യവതി പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളെല്ലാവരും കണ്ടത് ആ സിസ്റ്ററിനെയാണ്, ഞാൻ കണ്ടത് ആ സിസ്റ്ററിൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. പിന്നീട് എന്തിനും എനിക്ക് മടുപ്പ് തോന്നും, എൻ്റെ ഈശോയെ ഞാനല്ലാതെ വേറെ ആര് നോക്കും? ഇതൊക്കെ ഒരു വ്യത്യസ്തമായ സ്പിരിച്വാലിറ്റിയാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രിസ്തു സ്നേഹം വളർത്തുക, ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രിസ്തുവിനെ മാത്രം കാണുക. ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ് ഈ വിശുദ്ധിയുടെ ഏറ്റവും വലിയ അടയാളം. എനിക്ക് തോന്നുന്നു, ഒരു കൊച്ചു പെൺകുട്ടി പൂക്കും മുമ്പേ വാടിപ്പോയി എങ്കിൽ അവളുടെ സഹനങ്ങളിൽ അവൾ ക്ഷയരോഗം വന്ന് രക്തം വാർന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അവൾ സ്പിരിച്വാലിറ്റി കണ്ടെത്തി. എനിക്ക് തോന്നുന്നു പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി വേണ്ടത് വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഈ ചെറിയ കാര്യങ്ങളിൽ ദൈവസ്നേഹമുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ദൈവത്തെ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എത്ര പേർക്ക് അങ്ങനെ മനസ്സ് വരുന്നുണ്ട്? അങ്ങനെ മനസ്സുള്ള എല്ലാവരും യേശുവിൻ്റെ അടുത്താണ് കൊച്ചിത്രേസ്യ പുണ്യവതിയെ പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചുത്രേസ്യേ, ദൈവത്തിൻ ആരാമവീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാപ്പൂവാണു നീ, കൊച്ചു പൂവാണു നീ. കൊച്ചുത്രേസ്യേ, ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കന്യേ കൊച്ചുത്രേസ്യേ, ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചുത്രേസ്യേ.
മനതാരിനുള്ളിലെ നിശബ്ദ ധ്യാനത്താൽ ഉന്നത പ്രേഷിതയായവൾ നീ. മനതാരിനുള്ളിലെ നിശബ്ദ ധ്യാനത്താൽ ഉന്നത പ്രേഷിതയായവൾ നീ. നിൻ സ്നേഹ ചൈതന്യം ഞങ്ങളിൽ തൂവണേ, ദിവ്യമാ സാക്ഷ്യങ്ങൾ പിന്തുടരാ. അങ്ങേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ. യേശുവിൻ മുറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് സഹനത്തിൻ പാതയിൽ നടന്നവൾ നീ. യേശുവിൻ മുറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് സഹനത്തിൻ പാതയിൽ നടന്നവൾ നീ. പ്രാർത്ഥനാ മലരുകൾ ഞങ്ങളിൽ വിതരണേ, ഭൂമിയിൽ സ്വർലോകം പണിതുയർത്താൻ. അങ്ങേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, ദൈവത്തിൻ ആരാമവീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാ പൂവാണു നീ, കൊച്ചു പൂവാണു നീ. അങ്ങേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഈശോയ്ക്ക്